സഖാവ് എ.കെ.ജി. വരെ അവിടെ വന്ന് ആ സമരം ഒത്തുതീർപ്പിലാക്കുന്നതിന് വേണ്ടി അടച്ചുപൂട്ടിയ ഫാക്ടറി തുറപ്പിച്ച് അവിടെ പണിയെടുത്തിരുന്ന 800 ഈ സമരത്തെ എത്രയും നേരത്തെ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന നിലയിൽ ഇടപെട്ട് മാന്യമായി മാതൃകാപരമായി അവസാനിപ്പിക്കേണ്ടത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ചുമതലയാണ്. ഇന്ന് ഈ സമരത്തിന് നേരെ കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടി തികച്ചും ഇടതുപക്ഷ വിരുദ്ധമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇനി ഒരു നിരാഹാര സത്യാഗ്രഹത്തിലാണ് പോകുന്നത്. സ്ത്രീകൾ നിരാഹാര സത്യാഗ്രഹം ഒരു ഭാഗം മാത്രമാണ്, അടുത്ത സ്റ്റെപ്പ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സമരം വളരെ പെട്ടെന്ന് ആളിപ്പടരും. കാരണം നിരാഹാര സമരം നടത്തി ഇത്തരം സമരമുഖങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ എൻ്റെ 32ാമത്തെ വയസ്സിൽ തോഷിബ ആനന്ദ് ലാംസ് എന്ന ഫാക്ടറി പൂട്ടിയിട്ടതിനെ തുടർന്ന് ആ ഫാക്ടറിയുടെ മുൻപിൽ 8 ദിവസം നിരാഹാര സത്യാഗ്രഹം കിടന്നു. പക്ഷെ ആ നിരാഹാര സത്യാഗ്രഹം അവസാനിച്ചത് ഒരു വലിയ പ്രക്ഷോഭണത്തിലൂടെ. സഖാവ് എ.കെ.ജി. വരെ അവിടെ വന്ന് ആ സമരം ഒത്തുതീർപ്പിലാക്കുന്നതിന് വേണ്ടി അടച്ചുപൂട്ടിയ ഫാക്ടറി തുറപ്പിച്ച് അവിടെ പണിയെടുത്തിരുന്ന 800 തൊഴിലാളികളും തിരിച്ച് ജോലിക്ക് കയറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ്. പുതുതായി ഈ ആശാ വർക്കേഴ്സ് എടുക്കാൻ പോകുന്ന സമരമുഖം ഞങ്ങൾ തൊഴിലാളി പ്രവർത്തകർ പലപ്പോഴും അനുവർത്തിച്ചിട്ടുള്ള സമര പരിപാടികൾ തന്നെയാണ്. പക്ഷെ അന്നിരുന്ന ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗവൺമെൻറ് ആണ് ഇതെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അന്ന് തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന, അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെയാണ് അത്തരം സമരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഇനി ഒരു പുതിയ ഘട്ടത്തിലേക്ക് സമരം എത്തിച്ചേരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഗവൺമെൻറ്റാണ്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. 28,000-ഓളം വരുന്ന ആശാ വർക്കർമാർ ഇവിടെ ഉണ്ടാക്കുന്ന കരാറിൻ്റെ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന നയത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരാണ്. സ്വാഭാവികമായിട്ടും സമരം ഒരു നിരാഹാര സമരത്തിലൂടെയോ അതിനേക്കാൾ കൂടുതൽ വീര്യമുള്ള സമരത്തിലൂടെയോ മുന്നോട്ട് പോകുമ്പോൾ ഈ 28,000 തൊഴിലാളികളും ഒരു പക്ഷേ ഒരുമിച്ച് അണിനിരക്കുന്ന സാഹചര്യം ഉണ്ടായേക്കും. രണ്ടാമത്, ഈ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന അഖിലേന്ത്യാ സ്വരൂപം എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ CPM നയിക്കുന്ന CITUവിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കാളികളായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി, ആ കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളുണ്ടല്ലോ, അത് മാതൃകാപരമാണല്ലോ. 28,000 രൂപ ചുരുങ്ങിയത് കൂലിയാക്കണം എന്ന് പറയുന്നത്.